രത്നി തന്നിൽ ചിതറുവരികനൽ കണ്ണിൽ വന്നുദ്ഭവിച്ച് അത്യന്തം കോപമോടെ അസുരനിധനവും ചെയ്ത് ലോകത്രയത്തെ ഈശ്വരൻ താൻ അരുളുക അതിനായി വന്നു പുതുക്കുളങ്ങര വാഴും ഭദ്രേതൽപാദപത്മം പരിചരിത ഞാൻ പാണി കൂപ്പി തൊഴുന്നേ. പമ്പാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പഴക്കം ചെന്ന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഓതറ പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഐതിഹ്യപ്പെരുമ കൊണ്ടും ആരാധനാനുഷ്ഠാനങ്ങൾ കൊണ്ടും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് പുതുക്കുളങ്ങര ദേവീക്ഷേത്രം. അങ്ങ് പാലക്കാടുള്ള ഒരു ദേശത്തിന്റെ ദുരവസ്ഥയും ദുർനിമിത്തവും കാരണം അവിടുത്തെ ബ്രാഹ്മണ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ദേശവാസികൾ തങ്ങൾ പൂജിച്ചിരുന്ന ദേവതയുമായി നാടുനീങ്ങി. അങ്ങനെ അവർ പെരിയാറും കടന്ന് മധ്യകേരളത്തിൽ പുതുക്കുളങ്ങര എത്തുകയും അവിടെ ക്ഷേത്രം പണിത് ദേവിയെ പ്രതിഷ്ഠിക്കുകയും പൂജ നടത്തുകയും ചെയ്തു എന്ന് കഥകൾ പറയുന്നു. ശക്തിസ്വരൂപിണിയായ ഓതറ പുതുക്കുളങ്ങരയമ്മയുടെ മുമ്പിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ഭക്തർ ദിനംപ്രതി എത്താറുണ്ട്. പടയണിയും 1001 പാളക്കോലവും അമ്മയുടെ ഇഷ്ട വഴിപാടുകളാണ്. പുതുക്കുളങ്ങരയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കളരിയായ പുന്നശ്ശേരി കളരിയാണിത്. പുന്നശ്ശേരി കളരിയിലെ എൻ്റെ പേര് വേണുഗോപാലപിള്ള എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ചെല്ലപ്പൻ പിള്ള. എല്ലാവരും ജ്യേഷ്ഠനുണ്ടായിരുന്നു രഘുപ്രസാദ്, അനിയൻ ഒരാൾ ശിവപ്രസാദ്, അവരെല്ലാം ഇല്ല, ഞാൻ തന്നെയുണ്ട്. പിന്നെ ജ്യേഷ്ഠൻ്റെ മകൻ രഞ്ജിത്തും അഭിജിത്തുമാണ് ഇപ്പം എന്നെ സഹായിയായിട്ട് നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ ഇപ്പം നല്ല രീതിയിൽ ഈ കലാരൂപം പിള്ളേരെ ഒരുപാട് പഠിപ്പിച്ച് നല്ല ചിട്ടയ്ക്ക് തന്നെ പഠിപ്പിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരുപാട് പിള്ളേരുണ്ട്. അപ്പോൾ ഈ കളരി ഇവിടെ ചിട്ടപ്പെടുത്തി ഞങ്ങൾ 10-ാം തീയതിന് പുതിയ കുട്ടികളെ ആരംഭിക്കും. 10-ാം തീയതിൻ്റെ അന്നാണ് ചുവട് തുടങ്ങുന്നത്. ഇവിടെ നട തുറന്ന് ദക്ഷിണ നടയിൽ അറപ്പടിയെ വെപ്പിച്ച് എന്നിട്ട് നമ്മൾ കാലെ പിടിച്ച് അകത്ത് വെച്ച് തന്നെ ചുവട് പഠിപ്പിക്കും. ആദ്യം ചുവട് പഠിപ്പിച്ചിട്ട് വെളിയിലിറക്കും. പിന്നെ അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ ഒരു വർഷം കൊണ്ട് കുളിപ്പിക്കാനുള്ള കഴിവിപ്പം അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പുതുക്കുളങ്ങര അമ്മയാണ് അതിൻ്റെ ഞങ്ങളുടെ സ്രോതസ്, അതിൻ്റെ മെയിനായിട്ടുള്ള എല്ലാ പൂജകളും കാര്യങ്ങളെല്ലാം അതിനായിട്ടുള്ള വഴിപാടുകളും അമ്മയ്ക്ക് വേണ്ടി നടത്തുന്നുണ്ട്. പിന്നെ പടയണിയെ പറ്റി പറഞ്ഞാൽ പുതുക്കുളങ്ങരയിലെ പാട്ടും കൊട്ടും അതിനകത്ത് മെയിൻ തുള്ളലും ഒക്കെ ഈ കളരിയും തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. പുതുക്കുളങ്ങര പടയണിയെ പറ്റി പറയുകയാണെങ്കിൽ 28 ദിവസവും നീണ്ടു നിൽക്കുന്ന പടയണി നടക്കുന്ന ഏക ക്ഷേത്രമാണ് പുതുക്കുളങ്ങര. കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് വേലൻ പറ കൊട്ടി അടവി കെട്ടി അവിടുന്ന് പോയി അടവിക്കാരൻ പോയി പിടിക്കുന്ന കമുക്, ഏറ്റവും വലിയ കമുക് നോക്കി പിഴുത് കൊണ്ടുവന്ന് നല്ല ആദരവോടും ആ ഭക്തി ആദരവോടും മേളത്തോട് കൊണ്ടുവന്ന് ആ എലഞ്ഞിയിൽ ചാരി വെക്കുന്നു. കൊടിമര പ്രതിഷ്ഠയായിട്ട് വരും. അത് എലഞ്ഞിയിൽ കമുക് പിഴുതുകൊണ്ട് ചാരി വെക്കുന്ന അന്ന് തുടങ്ങി ഞങ്ങളുടെ പടയണി ആരംഭിക്കുകയാണ് ഇവിടുത്തെ. ആ പടയണി പിറ്റേ ദിവസം തൊട്ട് 9 മണിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 7:30 ഇരുട്ടിയതിന് ശേഷം പൂജയൊക്കെ കഴിഞ്ഞ് നട അടച്ചു കഴിയുമ്പം 4-5 ചൂട്ടുകറ്റയുമായിട്ട് എല്ലാ കരക്കാരും കൂടെ കൂടിയിട്ട് ചൂട്ടുകറ്റ കത്തിച്ച് വീക്കേണ്ട ചണ്ടയുടെ ഇടന്തലയെ കൊട്ടിയിട്ട് വിളിച്ചുകൊണ്ട് 3 പ്രദക്ഷിണം വയ്ക്കുന്നു അമ്പലത്തിന്. ഈ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ചൂട്ട് കൊണ്ട് കളത്തി വെക്കും. അങ്ങനെ 18 ദിവസം ഈ കൊട്ടിക്കൂളി തന്നെ, കൊട്ടിക്കൂളി എന്ന് പറയും. കൊട്ടിക്കൂളി കഴിഞ്ഞ് 19-ാമത്തെ ദിവസം എഴുതിത്തുള്ളൽ എന്ന ചടങ്ങുള്ളൂ. അന്ന് പഞ്ചകോലം മാത്രമേ ഉള്ളൂ. ഈ പഞ്ചകോലത്തിന് ശേഷം ഇങ്ങനെ 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെ ഓരോന്നൂടെ വരുന്നു. യക്ഷിയൂടെ വരുന്നു. യക്ഷി കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഭൈരവിയും കാലയക്ഷിയും കൂടെ വരുന്നു. കാലയക്ഷി കോലം തുള്ളി കഴിഞ്ഞ് പിറ്റേ ദിവസം അശ്വതി നാൾ തൊട്ട് അശ്വതി നാൾ തുടങ്ങി കാലം കോലം തുള്ളുന്നു. അതിനെ കാലയക്ഷി തലേ ദിവസം തുള്ളുന്നു. പിറ്റേ ദിവസം തൊട്ട് കാലം കോലം. അത് കഴിഞ്ഞാണ് നമ്മുടെ മഹാഭൈരവിക്കോലത്തിൻ്റെ ഒരു പണി. ഈ തുടങ്ങുന്ന ദിവസം തുടങ്ങി ആരംഭിച്ചാലേ ഭൈരവിക്കോലത്തിന് 1001 പാളയുടെ ഭൈരവിക്കോലത്തിൻ്റെ പണി തീരത്തുള്ളൂ. പടയണി തുടങ്ങുന്നതിൻ്റെ അന്ന് മുതൽ
ചൂട്ട് ആദ്യമേ ശേഖരിച്ച് കൊണ്ടുവന്ന് വെക്കുന്നു. 2000 കറ്റ ചൂട്ട് കിട്ടുന്നു ഉണ്ടാക്കുന്നു. അതിനുശേഷം കൊള്ളാമെന്ന വലിയ കമുക് നോക്കി 25 കമുക് വെട്ടിക്കൊണ്ട് 25-30 കമുകളും വേണം. അത് വെട്ടി നീളത്തിൽ തന്നെ കൊണ്ടുവന്ന് അവിടെ ഇടുന്നു. അത് പിറ്റേ ദിവസം തൊട്ട് ഇങ്ങനെ കീറുന്നു. കീറി എല്ലാം നീളത്തിൽ തന്നെ കീറിയിട്ട് അതിൻ്റെ സാധനം അവിടുത്തെ മെയിൻ കണക്കുള്ള ആശാരി കുടുംബക്കാരുണ്ട്. അവരാണ് അതിൻ്റെ എല്ലാം ചട്ടത്തിൻ്റെയൊക്കെ കണക്കെടുത്ത് അളന്ന് മുറിക്കുന്നത്. അത് പിന്നെ പാളയുടെ ടീം, ഒരു പാള ടീം, ഒരു ടീമോ കുറേ പേര് ഏറ്റിരിക്കുന്ന പാള, ഇത്ര പാള ഞാൻ ഏറ്റി, ഇത്ര പാള, അവർ ഓരോ ടീമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക. ഇത്രയും ദിവസത്തേക്കുള്ള പാളയുടെ കാര്യം ഓർത്താൽ തന്നെ ഭയങ്കര പ്രയാസമുള്ളത്. പിന്നെ നമ്മുടെ വലിയ കോലമാണ് അവിടുത്തെ പ്രധാനം. മീനത്തിരുവാതിരിക്ക് വെളുപ്പിന് കോലം തലേദിവസം അവിടെ ഈ പാള മുറിക്കുന്ന ഒരു ചടങ്ങ് ഭയങ്കരമാണ്. പട്ടണത്തെ ഇല്ലത്തെ അവിടെ നിലവിളക്കും ഒരുക്കുമൊക്കെ വെച്ച് വലിയ കോലത്തിനായിട്ടുള്ള പാള എടുത്ത് എല്ലാം കഴുകി തുടച്ച് കുളിപ്പിച്ച് ചന്ദനം തൊടിയിപ്പിച്ച് എല്ലാം പൂജിച്ച് ആ പാള എടുത്ത് മുറിച്ചിട്ട് 3 കഷ്ണം മുറിച്ചിടും. ഈ 3 കഷ്ണത്തെ മുറിച്ചിട്ട് 3 കഷ്ണത്തിൻ്റെയും പ്രശ്നം അന്നേരം തന്നെ അവിടെ വെച്ച് പറയാം. എന്തെങ്കിലും ദോഷവശം ഉണ്ടെങ്കിൽ ഈ പാളയുടെ കഷ്ണത്തെ തന്നെ അറിയാം. അവിടുന്ന് ആ പാള മുറിച്ച് ചെത്തി വിവരം സന്തോഷമായി. ഈ പ്രാവശ്യത്തെ വളരെ സന്തോഷമായിട്ട് അമ്മ പാളയുടെ എല്ലാ കണക്കും വീണു. കോപമേറുന്ന ദേവതമാരുടെ രൂപമെങ്ങനെയെന്ന് അറിയാനില്ല. പാളകൊണ്ട് ചമച്ച പലവിധ പേവരകളൊക്കെ എഴുതി തുള്ളിയും അർദ്ധഹീനം അവസരം പാടി ചില താളപ്പിഴകളൊക്കെ ഉണ്ടാക്കി മറ്റ് പല വക കുറ്റങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദേവമാതാവേ നീ കാത്തുരക്ഷിക്കണമേ, കാത്തുരക്ഷിക്കണമേ, കാത്തുരക്ഷിക്കണമേ. ആയിരം